തപാൽ വോട്ട് തിരുത്തിയിട്ടില്ലെന്ന് KV ദേവദാസ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. തിരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന G സുധാകരൻ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. ആരെങ്കിലും എന്തെങ്കിലും പിഴവ് കാട്ടിയിട്ടുണ്ടോ എന്നും സുധാകരൻ അറിയണമെന്നില്ല. വിവാദങ്ങൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞുവെന്നും KV ദേവദാസ് പറഞ്ഞു. ഇപ്പൊ TV-യിൽ കണ്ടതുപോലെയുള്ള ഒരു സംഭവത്തെ സംബന്ധിച്ച് എനിക്ക് യാതൊരു വിവരവും ഇല്ല. എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ലെന്ന് മാത്രമല്ല, എന്റെ ശ്രദ്ധയിൽ ആരും പെടുത്തിയില്ല. ഈ 35-36 വർഷക്കാലത്തിനിടയ്ക്ക് ഇന്നാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നുവെന്ന് ഇങ്ങനെ ആക്ഷേപം വന്ന് അത് തന്നെ എന്തൊക്കെ ഡിസ്പ്യൂട്ടാണോ തോന്നുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചോളം അത്തരം ഒരു സംഭവം നടന്നിട്ടില്ല. ആയിരക്കണക്കിന് പ്രവർത്തകർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് നല്ല രൂപത്തിലുള്ള പ്രവർത്തനമാണ് വളരെ ആത്മാർത്ഥമായി സുധാകരൻ നടത്തി. ആരെങ്കിലും എന്തെങ്കിലും പിഴവ് കാട്ടിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളതൊന്നും സുധാകരനും അറിയണമെന്നില്ല. രഘുനാഥനാരായണൻ തത്സമയം ചേരുന്നുണ്ട്. രഘു, അന്ന് സ്ഥാനാർത്ഥിയായിരുന്നു KV ദേവദാസ്. അദ്ദേഹം സ്വാഭാവികമായിട്ടും അത്തരമൊരു മറുപടി മാത്രമേ പറയൂ എന്ന് നമുക്കറിയാം. എങ്കിലും G സുധാകരന് വീഴ്ച പറ്റിയിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മറ്റാരെങ്കിലും ഈ വീഴ്ച നടത്തിയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റില്ല എന്നുമാണ് പറയുന്നത്. അദ്ദേഹം എങ്ങനെയാണ് ഇത് വിശദീകരിക്കുന്നത്? CPM-ന്റെ സർവീസ് സംഘടനാ നേതാവായിരുന്നു KV ദേവദാസ് ആണ് ആലപ്പുഴയിൽ പാർലമെന്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുന്നത്. NGO യൂണിയന്റെ വേദിയിൽ പങ്കെടുത്തുകൊണ്ട് സുധാകരൻ ഈ KV ദേവദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ കാരണം തന്നെ NGO യൂണിയൻ നേതാവായിരുന്ന KV ദേവദാസിന് പോലും NGO യൂണിയന്റെ മുഴുവൻ വോട്ട് കിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതിനാണ് അദ്ദേഹം ഈ പോസ്റ്റൽ ബാലറ്റ് തുറന്നു നോക്കിയിട്ടുണ്ടെന്നുമൊക്കെ ഉള്ളൊരു വിവാദത്തിലേക്ക് കടന്നതും വലിയ രീതിയിലുള്ളൊരു രാഷ്ട്രീയ വിവാദമാവുകയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുകയും നിയമ നടപടിയിലേക്ക് കടക്കുകയും ചെയ്ത്. എന്തായാലും ഇപ്പോൾ KV ദേവദാസും സുധാകരൻ്റെ രണ്ടാമത്തെ അഭിപ്രായത്തിനോടൊപ്പം തന്നെ നിൽക്കുകയാണ്. അതായത് പോസ്റ്റൽ ബാലറ്റ് അങ്ങനെ തിരുത്തിയതായിട്ട് കണ്ടിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല എന്ന് അദ്ദേഹം സുധാകരൻ്റെ രണ്ടാമത്തെ അഭിപ്രായത്തിനോടൊപ്പം ചേർന്ന് നിൽക്കാനാണ് ശ്രമിക്കുന്നത്. 90 വയസ്സിലധികമുണ്ട് KV ദേവദാസിന്. അദ്ദേഹത്തിന് അതിൻ്റേതായ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഈ വിവാദങ്ങളൊക്കെ TV-യിൽ കണ്ടറിഞ്ഞു എന്ന് അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. എന്തായാലും ഈ വിവാദത്തിൽ സുധാകരൻ്റെ രണ്ടാമത്തെ അഭിപ്രായത്തിനോടൊപ്പം തന്നെയാണ് KV ദേവദാസും. മാർഷൽ പറഞ്ഞതുപോലെ തന്നെ അഥവാ അങ്ങനെ പോസ്റ്റൽ ബാലറ്റിലൊക്കെ എന്തെങ്കിലും രീതിയിലൊക്കെ കൃത്രിമോ തിരിമറിയോ ഒക്കെ നടത്തിയാലും ആരും അങ്ങനെ തുറന്നു പറയാനുള്ള സാധ്യതയുമില്ല. എന്തായാലും 1989 തെരഞ്ഞെടുപ്പിൽ KV ദേവദാസ് ജയിച്ചിട്ടില്ല. അദ്ദേഹം പരാജയപ്പെട്ടത്. അതെ, വക്കം പുരുഷോത്തമനാണ് ജയിച്ചത്. അതുകൊണ്ട് ഇനി കള്ളവോട്ട് ചെയ്ത് ജയിച്ചു എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ കള്ളവോട്ട് ചെയ്തു എന്ന് G സുധാകരൻ പറഞ്ഞത് ശരിക്കും ഒരു ഭൂതത്തെ കുപ്പിയിൽ നിന്ന് തുറന്നു വിട്ടതുപോലെ ആയി എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും.